ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. ജൂൺ 28 എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ പ്ലാനിങ് ഒന്നും ആക്കിയിട്ടില്ല, ഒരു പ്ലാനിങ് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കുന്ന എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യം. ആരെങ്കിലും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഫ്രണ്ട്സൊക്കെ ചില ആൾ എന്തെങ്കിലും പ്ലാൻ ആക്കി എന്നോട് എറണാകുളത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ കുറേ ആൾ ഓരോ സ്ഥലത്തൊക്കെ വിളിച്ചായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ എന്താ പറയുക, ഒരു മൂഡ് ഉണ്ടായിട്ടാ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കടന്നുറങ്ങി ഇങ്ങനെ സമയം പോക്കി. അപ്പോൾ കുറേ ഒരുപാട് ആൾക്കാർ സ്റ്റോറി ഇട്ട് എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് അയച്ചെന്നാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന എന്താ പറയുക, സ്പ്രേ, അത്തർ, അതേപോലെ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് സ്നിക്കേഴ്സാണ്. അപ്പോൾ കുറേ സ്നിക്കേഴ്സ് എനിക്ക് വാങ്ങിച്ചിട്ട് അയച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ അയച്ചിട്ടുണ്ട്, കൊറിയർ വഴി എത്തിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയൊന്നുമില്ല. അപ്പം എൻ്റെ അനിയത്തിയും കസിൻസ്, അതായത് എൻ്റെ ആളെപ്പാടെ മോളും ആമൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്ത് കഥ അറിയില്ല, എന്തായാലും എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ പരിപാടിയൊന്നും ആക്കിയിട്ടൊന്നുമില്ല. അപ്പം അവിടത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരക്കൂട്ടമായിട്ട് ആമൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് അവർ സെറ്റ് ചെയ്തേക്കണത് ഒന്നൊക്കെ അറിയില്ല. എന്തായാലും എന്തെങ്കിലും കാണാണ്ട് അങ്ങനെ വിളിക്കൂല. ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താണ് സർപ്രൈസ് എന്ന്. അനിയത്തി കൂട്ടാൻ വരുന്നുണ്ട്, കാണാൻ നമുക്ക്. മാസ്കലോട്ടിട്ട് തീവ്രവാദിയാ അമിച്ചു. എന്തിനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാ? പറ. ഒന്നുമില്ലേ? പിന്നെ ഞാൻ ഇല്ല എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചിട്ട് കുപ്പായിലിട്ട്. എങ്ങനെയുണ്ട് കുപ്പായ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അമിച്ചു എങ്ങനെയുണ്ട്? സൂപ്പർ. എന്തും ഇല്ലാതിരിക്കൂല, അത് വേറെ കാര്യം. എന്തോ ഉണ്ട് സർപ്രൈസ്. വെറുതെ വിളിച്ചാ ആയി. അപ്പൊ നമുക്ക് പോയി നോക്കാം. വെറുതെ വിളിച്ചെന്നല്ല പറയുന്നത്, വിശ്വസിച്ച്. അതും ഇന്ന് ബർത്ത്ഡേന്റെ അന്ന്. അതിമനോഹരമായ ഒരു സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് ഈ പോകുമ്പം എന്ത് ക്യൂട്ടാന്നറിയോ സ്ഥലം. ഞാൻ കാണിച്ചു തരാം. വേലിയൊക്കെ കെട്ടി മാറ്റി. ദേ അമിച്ചു പിടിച്ചോണ്ടേക്കോ. വേണ്ടേ? അതെ. വാവ്, നോക്കിയാ ബ്യൂട്ടിഫുൾ പ്ലേസ്. ബ്യൂട്ടിഫുൾ, വെരി നൈസ് പ്ലേസ്. സി ഇവിടുന്നാണ് ഇത്. ഈ സ്ഥലം കണ്ട, ഇവിടുന്ന് എന്ത് രസം അറിയോ? വേറെ തന്നെ രസമാണ്. ആണേ മൈക്ക് എടുത്തിട്ടില്ലാണേ. ഇതൊക്കെ ഫുൾ എന്ത് രസം അറിയോ ഇവിടുന്ന് കാണാൻ. ഫുള്ള് പച്ചപ്പായിട്ട് എന്ത് അത് പറഞ്ഞിരിക്കാനില്ല. ഹേയ് ഓടി ഓടി തുള്ളി ചാടിപ്പോ ഓടി ചാടിപ്പോ. ചക്രക്കുട്ടൻ. കൈവിട്ട്. സൂപ്പർ. ഒരു സോങ് പാടിയേ കേക്കട്ടെ. താങ്ക് യു. മാഷാ അല്ലാ, മേനു ചാച്ചക്കും വേണ്ടിട്ട് എഴുതുന്ന ഹാപ്പി ബർത്ത്ഡേ മേനു ചാച്ച. വാവ്, ഇതാ സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ട്. താങ്ക് യു. മാഷാ അല്ലാ, അടിപൊളി. ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് കേക്കെല്ലാം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. കേരൻ്റെ വക എനിക്ക് എന്തോ ഗിഫ്റ്റ് ഉണ്ട്. എന്തെന്നാ? താങ്ക് യു. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്, അല്ലേ? ആർ യു റെഡി?
റെഡി. ഒന്നും കൂടി ഉഷാറില്ല. ആർ യു റെഡി? അപ്പൊ നമ്മള് നേരെ കേക്ക് മുറിക്കാൻ പോകുന്നു. അളിയനുണ്ട് അവിടെ പാട്ട് പാടുന്നു. അളിയനെ വിളിക്കണം. എന്നിട്ട് നമുക്ക് അളിയനെ കൊണ്ടൊരു സോങ് പഠിപ്പിക്കാനുണ്ട് ഇൻഷാ അല്ലാ. ആമീൻ. താങ്ക് യു താങ്ക് യു. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. മാഷാ അല്ലാ. നല്ലൊരു നമുക്ക് അല്പം മ്യൂസിക് കേൾക്കാം. അളിയൻ്റെ പാട്ടുണ്ട്. പറ അല്ലേ? കുപ്പായ അടിപൊളിയല്ലേ? ആര് തന്നത്? പറ. മരണം വരെ കാത്തിരിക്കും കൂട്ടുകാരാ. ഹാപ്പി ബർത്ത്ഡേ. അളിയന്റെ സോങ് കഴിഞ്ഞാ? നേരത്തെ വെച്ചൊരു പാട്ട് നോക്കട്ടെ. ഒരു പാട്ട് പാടുകയാണ് ഒരു തർത്ത പോലെ. പാട്ട് പാടുത്തോ മോനെ? അപ്പൊ നമുക്ക് പിള്ളേർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടിക്കൊടുക്കാം ഗൈസ്. പാട്ട് പാടാനേ ഒരു ഉപ്പാന്റെ ഫോൺ മേടിച്ചിട്ട് വന്നപ്പോ ബർത്ത്ഡേ ഗേളാ. കാറ്റിക്കല്ല പേച്ചതപ്പോ പുള്ളറെ പാട്ട് കേക്ക് പുള്ളറെ ബാ. സൗണ്ട് നല്ല പാട്ട്. അതിങ്ങനെ മൂളികളാ ഇങ്ങനെ ഇതിന്റെ പുറത്തേക്ക് വോയിസ് ചെയ്യുന്ന രീതിയിൽ പാടുന്നു. അങ്ങനെ മൂളി പാട്ട് പാടുന്ന ശരിക്കും പുറത്തേക്ക് വോയിസ് പിച്ച് പറ്റും. തൊണ്ടി കറ്റ് ഉള്ളുന്ന് സൗണ്ട് കൂടുതൽ ദൂരെ കേക്കൂല. ഇത് കേക്കൂല. നിന്നെ എനിക്കിഷ്ടമാണ് ഡേറുബ, എന്നും എന്റെ സ്വപ്നമാണ് ഡേറുബ. പെണ്ണെ നിന്നെ എനിക്കിഷ്ടമാണ്. നിന്നെ എനിക്കിഷ്ടമാണ് ഡേറുബ, എന്നും എന്റെ സ്വപ്നമാണ് ഡേറുബ. എന്നുയിരായി എന്നഴകായി നീ എന്നും കൂടെ വാ. ഉയിരായി എന്നഴകായി നീ എന്നും കൂടെ വാ. പെണ്ണ് നിന്നെ എനിക്കിഷ്ടമാണ് ഡേറുബ, എന്നും എന്റെ സ്വപ്നമാണ് ഡേറുബ.
ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞ ഉപ്പ ഉപ്പ പാടിയാലോ? ഉപ്പ ഉപ്പ എന്നോടാണോ? ആണോ? പക്ഷെ എനിക്കത് ഫുൾ അറിയില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ. എന്തെന്ന് ഉപ്പ 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 എന്നോടാണ് ഉമ്മയോടോ ഇഷ്ടം, എൻ്റെ വാപ്പ ചൊല്ലിടേണം ഇഷ്ടം. ഉമ്മോടെ എന്തിനാണ് ഉപ്പയോട് ചോദ്യം, നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉമ്മനോട് സ്നേഹം. ഒന്നോ ഇക്കനി പോലെ വരുന്നോ വാപ്പയുടെ ചക്കരക്കുട്ടനെ ഇത്തരക്കാരേറെ ഇഷ്ടം. ഉപ്പ ഉപ്പ എന്നോടാണ് ഉമ്മയോടോ ഇഷ്ടം, എൻ്റെ വാപ്പ ചൊല്ലിടേണം പള്ളിയിലോ ഇഷ്ടം. അളിയന്റെ ആ ഒരു സോങ്, നേരത്തെ പാടിയ സോങ് എനിക്കത് നീ ഇപ്പൊ പാടിയ പാട്ടിന് ബാക്കി ഉമ്മക്ക് ഇന്നലെ ഫോൺ വിളിച്ചു. നീ വരും വഴിയിൽ നിഴൽ പോലെ വന്നു ഞാൻ, തേൻമൊഴി കേൾക്കാൻ കാതോർത്തു നിന്നു ഞാൻ. എന്റെ കുഞ്ഞിക്കിളിയെ കുഞ്ഞും മഞ്ഞക്കിളിയെ എന്നെ കണ്ടില്ലെന്ന് നടിക്കല്ലേ. ഇന്നും നെഞ്ചിനുള്ളിലെ കുഞ്ഞു സ്നേഹത്തീരങ്ങൾ നിന്നെ പുണരുവാൻ കൊതിക്കുന്നു. എന്റെ റാണിയായി നിറ സ്നേഹമായി വരുമോ പ്രിയനേ. നിന്നെ എനിക്കിഷ്ടമാണ് എന്നും എന്റെ സ്വപ്നമാണ് എന്നും എന്റെ സ്വപ്നമാണ് ചേരുവാ. പരിപാടിയോ? എന്ത് പരിപാടി? നീ ഡാൻസ് കളിക്കും? പൂമുയിൽ പാട്ടിൻ തേരല്ലോ നിൻമൊഴികൾ, പാലിനാതോൽക്കും പൊലിവല്ലോ നിന്റെ. ആടെ പിടിച്ച ക്യാമറ പോവും. നീ മാറിപ്പോയാലും ഏറെ ദൂരെ പോയാലും നിന്റെ സ്നേഹം തേടിയ ഏറെ കാലമായില്ലേ ഈ ഹൃദയത്തിടമില്ലേ. എന്റെ റാണിയായി നിറ സ്നേഹമായി വരുമോ പ്രിയനേ. ആ ടേബിള് പൊട്ടണം. അപ്പം നിന്നെ എനിക്കിഷ്ടമാണ് ദേരുബാ, എന്നും നിന്റെ സ്വപ്നമാണ് ദേരുബാ. നിന്നെ എനിക്കിഷ്ടമാണ് ദേരുബാ, എന്നും എന്റെ സ്വപ്നമാണ് ദേരുബാ. എന്നുയിരായി ഒന്നഴകായി ഇനി എന്നും കൂടാൻ വാ. എന്നുയിരായി ഒന്നഴകായി ഇനി എന്നും കൂടാൻ വാ. നിന്നെ എനിക്കിഷ്ടമാണ് ദേരുബാ, എന്നും എന്റെ സ്വപ്നമാണ് ദേരുബാ. നിന്നെ എനിക്കിഷ്ടമാണ് ദേരുബാ, എന്നും എന്റെ സ്വപ്നമാണ് ദേരുബാ. ഇത് എടുത്ത് എന്റെ എക്കോ അടിയുന്നുണ്ടല്ലോ നല്ല വായില്.
കരുത്തോരോ അകലെ കണ്ടോ പാലും ഇബ്രാഹിം മഖാമ് കണ്ടോ പറയൂ സഫ മർവ മലയും കണ്ടോ ആരും തിരിയെ നീ കഴുത കണ്ടോ പാലേ കരുത്തോരോ അകലെ കണ്ടോ പാലും ഇബ്രാഹിം മഖാമ് കണ്ടോ പറയൂ സഫ മർവ മലയും കണ്ടോ. ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് മാഷാ അല്ലാ നല്ല അടിപൊളി ഹാപ്പിയായി സന്തോഷമാണ്. ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഞാൻ കിടന്നുറങ്ങി, വൈകുന്നേരമാണ് സ്റ്റാർട്ടാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് റൈഡിനൊക്കെ പോയി പാട്ടും പാടി മാഷാ അല്ലാ അടിച്ച് പൊളിച്ച് ഇന്നത്തെ ഡേ ഇങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.